കോടോംവേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കോടോംവേളൂർ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി കാലിച്ചാനടുക്കത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പണം ഒരുപാടുള്ളത് കൊണ്ടാണെങ്കിൽ അല്ല, ഈ കേരളത്തിലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ടവരും ഇടത്തരക്കാരും കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള പ്രായം ചെന്നവർക്ക് അവരുടെ കൈകളിലേക്ക് പൈസ എത്തുമ്പോൾ അത് കുടുംബത്തിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അത് മാത്രമാണോ? കേരളത്തിൽ വിവിധ ക്ഷേമ പെൻഷനുകളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് പണ്ടുള്ള അത് അവർക്കും 2000 രൂപ തന്നെയാണ്. അത് മാത്രമല്ല, ഭർത്താവ് മരിച്ചുപോയാൽ അവർക്ക് പെൻഷനുണ്ട്. ഭർത്താവ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവർക്ക് പെൻഷനുണ്ട്. അല്ലാതെ വേറെ പലതരത്തിലുള്ള അതിക്രമത്തിന് വിധേയമായിട്ട് അച്ഛനില്ലാതെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർക്ക് പെൻഷനുണ്ട്. ഇപ്പൊ പുതുതായിട്ടുള്ള ഒരു പെൻഷൻ, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചതാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു, അയ്യോ ഇത് കൊടുക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ സ്ഥാനാർത്ഥി റീന തോമസ് എന്നിവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി P ദാമോദരൻ സ്വാഗതവും പ്രസിഡന്റ് TK രാമചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. കോടോംവേളൂരിലെ LDFന്റെ 21 സ്ഥാനാർത്ഥികളും 3 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.